ഹലോ ടീമേളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി ലോങ് വീഡിയോ പെരുന്നാളിന് ശേഷം മര്യാദ പ്രോപ്പറായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് ഈ തൈരും മുട്ടയും വെച്ചിട്ട് കുക്കിംഗ് അല്ല, ഒരു ഹെയർ പാക്കാണ്. ഞാനിവിടെ വളരെ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. അത് നല്ലൊരു റിസൾട്ട് തന്നുകൊണ്ട് മാത്രം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ലൊരു സമയവും നേരവും സന്ദർഭമൊക്കെ കിട്ടിയോണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസ് വൈകിട്ട് 7 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെ ഓഫീസിലിരിക്കണ കാരണം അധികം ടൈമും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഈ 2 സാധനങ്ങളുള്ളൂ: തൈര്, മുട്ട. 1 സ്പൂൺ തൈര് മതി, അതേപോലെ ഒരു മുട്ടയും. എൻ്റെ തലയിൽ ഭയങ്കര ഒരു പൊറ്റ പോലെയായിരുന്നു താരനുണ്ടായിരുന്നത്. പിന്നെ തീരെ ഉള്ളില്ല, വരൊന്നുമില്ല, പക്ഷെ ഈ താരൻ നല്ല രീതിക്ക് കുറയും. നല്ല എണ്ണ കാര്യങ്ങളൊക്കെ തേച്ചിട്ടായിരിക്കും കുളിക്കുക. അപ്പോൾ ആ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിന് കുളിക്കണതിന് 5 മിനിറ്റിന് മുമ്പായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചാൽ മതി. ഞാനപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ. അതപ്പോൾ ഇത്ര ഒരു തൈര്, ചെറു ഗ്ലാസ്, ഇതൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പോൾ ഇത്ര ഒരു കോഴിമുട്ട പൊട്ടിച്ചിടുക, എന്നിട്ട് ഇതിവിടെ മാറ്റി വെക്കുക. തൈര് എടുക്കുക, ഇതെനിക്ക് ഭയങ്കര എന്താ പറയാ, ഇത് തേച്ചിട്ട് നമ്മൾ ഷാമ്പൂ അല്ലെങ്കിൽ വേറൊരു സാമാനം തേക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എണ്ണ പോകാനായിട്ട് ഈ ഒരു സംഭവം മതി. ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ പിന്നെ ഷാമ്പു യൂസ് ചെയ്ത് നിർത്തി. അതേപോലെ തലയിൽ തേക്കുന്ന ഐറ്റംസ് ഒക്കെ നിർത്തിയേക്കണം. ഫുള്ള് ഇപ്പോൾ നാച്ചുറൽ പരിപാടികൾ പിടിച്ചേക്കണം. ഈ ഒരു പരിവാക്കി എടുക്കാം, രണ്ടും കൂടെ അടിച്ചിട്ട്. എന്നിട്ട് ഇതിങ്ങനെ വെക്കാം, ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. ഇങ്ങനെ അടിച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ സാധാ കുളിക്കണതിന് മുമ്പായിട്ട് തേക്കണ എണ്ണ എടുക്കാം, അത് തേക്കാം. ഈ നമ്മൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് ഓയിൽ എടുത്തിട്ട് തലയിൽ തേക്കാം. അങ്ങനെ സാധാ വെളിച്ചെണ്ണ തേക്കണവരായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നാട്ടിൽ എന്തൊക്കെ ഇട്ട് താളിച്ചുണ്ടാക്കിയാണ്. അപ്പോൾ ആ എണ്ണ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇങ്ങനെ വിരലിൻ്റെ ടിപ്പിലെടുത്ത് റൂട്ട്സിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യണതാണ് പൊളി. അപ്പോഴാണ് അത് ഒരു ഇതിൽ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നേ പിന്നെ നല്ല മുടി കൊഴിച്ചിലായി. അടച്ചാടാ, ഒളിഞ്ഞു നോക്കാൻ വന്നേക്കുന്നു. അപ്പൊ ഞാൻ ഇത്ര നാൾ വീഡിയോസ് ഇടാഞ്ഞത് അത് ടൈമിന്റെ ഒരു പ്രശ്നം കാരണം വീഡിയോസ് കുറച്ചൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പറ്റണാരി. അപ്പൊ അത് എഡിറ്റ് ചെയ്തിട്ട് പതിയെ വരുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞാൻ എൻ്റെ ഒരു വർക്കൗട്ടിൻ്റെ 90 days ചാലഞ്ചും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസും പതിയെ ഇനി ഉഷാറായിട്ട് വരും. അപ്പം എല്ലാവരും സ്റ്റേ ട്യൂൺഡായിട്ടിരിക്കുക, അങ്ങനെയാണല്ലേ പറയാം. ഇനി സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. മുടക്കില്ലാണ്ട് ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടീമുകളെ കുറച്ചെണ്ണം നമുക്ക് മുടി പറ്റി കഴിഞ്ഞിട്ട് താടിമലും ഇങ്ങനെ പരട്ടി കൊടുക്കാം. മുടി എണ്ണയിൽ റൂട്ട്സൊക്കെ കുതിർന്നിരിക്കണം. ഇതിപ്പോൾ നല്ലോണം തേച്ചാലും ഈ ഒരു സെറ്റപ്പിൽ ഈ എണ്ണ ഒക്കെ പോകുന്നുള്ളതാണ്. ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് യൂസിൽ ഞെട്ടിപ്പോയി. കാരണം ഇത് കഴുകി കളഞ്ഞിട്ട് ഷാമ്പു യൂസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യം തന്നെ വന്നിരുന്നില്ല. സൂപ്പർ സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റിൽ വന്നിട്ട് അറിയിക്കുക. ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു ചെറുങ്ങനെ വ്യത്യാസം ഉണ്ടാവും. എണ്ണൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് തലയിൽ സെറ്റാവണ്ടേ. ആ 20 മിനിറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനം സെറ്റാക്കി തലയിൽ പതുക്കെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യട്ടെ. ടീമുകളെ അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ അപ്പോൾ ഇത് അങ്ങോട്ട് തലയിൽ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇനി ഇത് തലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ രൂപത്തിൽ തന്നെ അങ്ങോട്ട് ഇങ്ങനെ കൈയൊക്കെ ഇട്ടിട്ട് നേരത്തെ നമ്മൾ എണ്ണ ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഇതും ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് റിസൾട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുടിയുടെ
അതായത് ഭയങ്കര കണ്ടീഷണർ, ഒരു അണ്ടർ റേറ്റഡ് കണ്ടീഷണറാണ് കോഴിമുട്ട. ഞാനിത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അത് നിങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ സ്വന്തം അനുഭവിച്ച് മനസ്സിലാക്കാം. ഇപ്പം നല്ല രീതിക്ക് തലയിൽ സെറ്റായിട്ടുണ്ട്. കുറച്ച് വേണമെങ്കിൽ താടിമേലും കൂടെ ചെയ്ത് കൊടുക്കാം. ഇവളപ്പം അത് തലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴേക്കും ഇത് ഉണങ്ങി ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നേരെ പോവുക, കുളിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. അപ്പം നേരത്തെ കണ്ട റംസി അല്ല ഇപ്പം കണ്ട പാകം മാറി. കുറച്ച് കഴിയുമ്പോൾ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി മുടിയായിട്ട് കിട്ടും. ഞാനിത് 2 പ്രാവശ്യമാണ് ചെയ്യല്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട മുടി കണ്ട, മുടി നല്ല സോഫ്റ്റും സെറ്റപ്പായിട്ടുണ്ട്. ഞാൻ ഒരു തരി പോലും ഷാമ്പു തേച്ചിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ, ഞാൻ പറയുന്ന വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഉപയോഗിച്ച് നോക്കുക. ഈ മുട്ടയും തൈരും കൂടെ നല്ലോണം എണ്ണ തേച്ചിട്ട് ഉപയോഗിച്ചിട്ട് അതിങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കഴുകി കളഞ്ഞു വെക്കാം. എണ്ണ അതായത് മുടിക്ക് വേണ്ട ആ ഒരു മോയ്സ്ചറൈസേഷൻ അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ക്ലീൻ ആക്കി കളയും. പിന്നെ മണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഭയങ്കര നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നാണ്. എനിക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് പൊറ്റകൾ കണ്ടായിരുന്നതാണ്. ഇപ്പം നല്ലോണം കുറഞ്ഞ് ഇല്ലാന്ന്, തീരെ പോയി എന്നല്ല, കുറയണുണ്ട്. ഞാനിപ്പോൾ എടുത്തത് യൂസ് ചെയ്ത് തുടങ്ങി. അതാണ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന് വെച്ചത്. ഓക്കെ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നത്, ഇനി ഉള്ള വീഡിയോസ് സ്ഥിരമായിട്ട് ഞാൻ ഇടാൻ ശ്രമിക്കേണ്ടത്. അതേപോലെ എൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു 90 ഡേയ്സ് ചാലഞ്ച് ഞാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെയിലി അപ്ഡേഷൻ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ടീമുകൾ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്തോളൂട്ടോ. അത് മറക്കണ്ട കേട്ടോ. അതെന്തായാലും ഇതിപ്പോൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗൈസ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ.